ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതുതായിട്ട് വന്ന ഹെയർ ബൺ മെറ്റീരിയൽസ് എത്ര അളവിലാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വളരെ കുറച്ച് കട്ട് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ വളരെ എന്താ പറയുക, ഒന്നിനും പറ്റാത്ത രീതിയിലാവും. അത് എങ്ങനെയാണ് എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതേപോലത്തെ ലേഡീസ് ഫിംഗറാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോന്ന് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ പിന്നെ ലേഡീസ് ഫിംഗർ എൻ്റെ വിരലിൻ്റെ 1 ഇഞ്ച് അളവിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടാപ്പ് ഇല്ലാത്തവർക്ക് നമ്മൾ വിരൽ വെച്ചിട്ടും കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിരലിൻ്റെ അളവിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേ രീതിയിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാം. വളരെ തിന്നായി കട്ട് ചെയ്യരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 1 ഇഞ്ച് 1.5 ഇഞ്ച് അളവിൽ കട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല വൃത്തിക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പിന്നിപ്പോവും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്താൽ നമുക്കതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്താൽ മതി. വളരെ തിന്നായി കട്ട് ചെയ്യാതിരിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കാണിക്കുന്നത് ഇതേപോലത്തതാണ് കേട്ടോ. ഇതിൻ്റെ പേര് സോൺപാരി എന്നാണ് കേട്ടോ. സോൺപാരീൻ്റെ പിന്നെ മെറ്റീരിയൽസും കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ 1/2 kg എത്ര രൂപയാണെന്നും 250 ഗ്രാം എത്ര രൂപയാണെന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ. ഇത് ഇതേപോലെ എൻ്റെ വിരലിൻ്റെ 1 ഇഞ്ച് അളവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. നല്ല ക്വാളിറ്റിയുള്ള സൈസാണ് ഇതും. ഇത് സോൺപാരിയും ലേഡീസ് ഫിംഗറും രണ്ട് വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ലേഡീസ് ഫിംഗറിൻ്റെ നടുക്കാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതാണ് കേട്ടോ ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അടുത്തതായി കാണിക്കുന്നത് ഇതേപോലത്തെ ബിഗ് ബണ്ണാണ് കേട്ടോ. ഈ ബിഗ് ബണ്ണും കട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും പുതുതായി കാണുന്നവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ടാപ്പ് ഉണ്ടെങ്കിൽ ടാപ്പ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുമില്ല, നമ്മളെ വിരൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ വിരലിൻ്റെ വരയില്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. 2 ഇഞ്ച് 2.5 ഇഞ്ച് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ നൂലൊക്കെ വലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് വേണം നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബിഗ് ബണ്ണ് ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം, കത്രിക നല്ല മൂർച്ചയുള്ളതായിരിക്കണം കേട്ടോ. മൂർച്ച കുറഞ്ഞതാവുമ്പോൾ അത് കട്ട് ചെയ്താൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നും നമുക്ക് ടൂൾസ് ഒന്നും വേണ്ട, വെറും കത്രിക മാത്രം മതി. സ്റ്റിച്ചിങ് ഒന്നും വേണ്ട. ഒന്ന് കട്ട് ചെയ്ത് തിരിച്ചിട്ടാൽ നമ്മളെ ബണ്ണ് റെഡിയാവും. ബിഗ് ബണ്ണൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏത് മോഡലാണെങ്കിലും ബിഗ് ബണ്ണൊക്കെ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ബണ്ണാണ് കേട്ടോ. ഇത് വലിയതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ബണ്ണാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ബണ്ണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ചെറിയതായിട്ടാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്, നേരത്തെ കാണിച്ചതുപോലെ. ഇത് 1 ഇഞ്ചിൻ്റെ അളവിൽ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് അതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ഫ്ലെക്സിബിളാണ്, നല്ല സോഫ്റ്റാണ്, നല്ല മെറ്റീരിയൽസാണ് കേട്ടോ ഇതൊക്കെ.
അപ്പോൾ കണ്ടില്ലേ നല്ല വലിഞ്ഞ് നിൽക്കുന്ന എന്നാൽ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ബൺ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ വേറൊരു മോഡലുണ്ട് കോട്ടൺ നൈലോണ്, അതും ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് ഇതേപോലത്തെ ചെറിയ ബൺ മെറ്റീരിയൽസ് ആണ്. നമ്മൾ കട്ട് ചെയ്ത ചെറിയ ടൈപ്പ് ബണ്ണില്ലേ, ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് 1 ഇഞ്ചിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ 1 ഇഞ്ചിൻ്റെ കുറവായിട്ട് നമ്മൾ കട്ട് ചെയ്താൽ വരുന്ന കുഴപ്പം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് 1 ഇഞ്ചില്ല ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ടാൽ കണ്ടില്ലേ ഇതേപോലെ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ക്വാളിറ്റി ഇല്ല എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അത് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാട്ടോ. അപ്പോൾ നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ തിന്നായിട്ട് കട്ട് ചെയ്ത് കുറേ ബണ്ണ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്താൽ കണ്ടില്ലേ ഇങ്ങനെ ആവും. അപ്പോൾ അത് തിരിച്ചിട്ടാൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് തിരിച്ചിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ 1 ഇഞ്ച് അളവിലാണ് എടുത്ത് കട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് തിരിച്ചിട്ടാലും ഒരുപാട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അത് കംപ്ലൈൻറ്റ് വരികയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഈ ചെറിയ ബണ്ണാണെങ്കിലും വലിയ ബണ്ണാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ആ അളവിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബണ്ണ് പിന്നെ വലിഞ്ഞു പോവും, വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ആ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവർക്ക് എൻ്റെ ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയ കുറേ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്